ഈ വരുന്ന ആഴ്ചയിലെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റിനെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഗോൾഡിന്റെ ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതിനാദ്യമായി നമ്മൾ എടുക്കുന്നത് വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലി ചാർട്ടിൽ നമ്മൾ ബയാസ് നോക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. വീക്ക്ലി ചാർട്ട് നോക്കാൻ നമുക്കറിയാം മാർക്കറ്റിൽ നിന്നുണ്ട് ആദ്യം ഒരു ബേസ് ഇവിടെ ബേസ് ഉണ്ടാക്കി അതിനുശേഷം മാർക്കറ്റ് ഒരു ട്രെൻഡ് ലൈനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോയതായി കാണാൻ പറ്റും. ഒരു ലോവർ ഹൈ ഒരു ലോവർ ഹൈ ഉണ്ടാക്കി മാർക്കറ്റ് മുകളിലേക്ക് പോയതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ലാസ്റ്റ് ഉണ്ടാക്കിയ ഹൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇതാണ്, പിന്നെ ലോ ആണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വെച്ചാൽ ഡെയിലി ചാർട്ട് നോക്കി നോക്കാം. ഡെയിലി ചാർട്ടിലേക്ക് പോയി നോക്കാം. ഡെയിലി ചാർട്ടില് ഇപ്പോഴത്തെ ഡെയിലി ചാർട്ടിൽ ഇതിന്റെ ബയാസ് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് നോക്കിയാൽ അറിയാം. ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഇവിടെ ഹൈ ഉണ്ടാക്കി, പിന്നെ ഒരു ലോ ഉണ്ടാക്കി, പിന്നെ ഏകദേശം ഒരു ഹൈ ഇവിടെ ഉണ്ടാക്കി, ഒരു ലോ ഉണ്ടാക്കി, ഒരു ഹൈ, ഒരു ലോവർ ഹൈ പാറ്റേണിൽ മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഈ രീതിയിലാണ് മാർക്കറ്റ് ഇപ്പോൾ എന്തായിരുന്നു. നമ്മൾക്ക് മാർക്കറ്റ് ഡെയിലി ചാർട്ട് നോക്കുമ്പോൾ മാർക്കറ്റിനെ കാണാൻ കഴിയുന്നത് മാർക്കറ്റ് ലോവർ ഹൈ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മാർക്കറ്റ് ഈ ഒരു പോയിന്റ് വെച്ചിട്ട് ഫസ്റ്റ് ആദ്യമായിട്ട് മാർക്കറ്റിൽ നിന്ന് ഒരു ഷിഫ്റ്റ് വന്നു. നമുക്ക് നോക്കിയറിയാം ഇത് ഹൈ ആണ്, പിന്നെ ഇവിടെ ഇതിന്റെ ലോയെ കട്ട് ചെയ്തൊരു ഷിഫ്റ്റ് വന്നു ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ്. പിന്നെ അതിന് സെക്കൻഡ് ബ്രേക്ക് വന്നിരിക്കുന്നത് ഏകദേശം ഈ ഒരു പോയിന്റ് വെച്ചിട്ട് രണ്ടാമത്തെ ഷിഫ്റ്റും മാർക്കറ്റ് തന്നു. ഈ ഒരു പോയിന്റ് വെച്ച് രണ്ടാമത്തെ ഷിഫ്റ്റും മാർക്കറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ മാർക്കറ്റ് ഈ ഒരു പോയിന്റ് വെച്ച് മാർക്കറ്റ് എന്തായിരുന്നു ഷിഫ്റ്റ് തന്ന് താഴോട്ടേക്കുള്ളൊരു ബെയറിഷ് മൊമെന്റം കാണിക്കാൻ തുടങ്ങിയത് ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ആദ്യം വരച്ചിരുന്ന വീക്ക്ലി ചാർട്ട്, വീക്ക്ലി വെച്ചിരുന്ന ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്ന ട്രെൻഡ് ലൈന് പിന്നെ റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് ഇവിടെ എത്തി. ഇവിടെ നിന്ന് ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ടാണോ അല്ലെങ്കിൽ റിയൽ ബ്രേക്ക്ഔട്ടാണോ നോക്കാം. പിന്നെ ഇവിടെ നിന്നാക്കി ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് തന്നു. മാർക്കറ്റ് പിന്നെയും അതിന്റെ മുകളിൽ സപ്പോർട്ട് എടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിന്റെ ഹൈ എന്ന് പറയുന്നത് ഡെയിലി ചാർട്ടിൽ ഒരു ഹൈ എന്ന് പറഞ്ഞാൽ 27.89, അതിന്റെ ലോ എന്ന് പറയുന്നത് 25.36 എന്നൊരു പോയിന്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കിയറിയാം ഈ ലോയെ സ്വീപ്പ് ചെയ്തുകൊണ്ട് എക്സാക്ട്ലി ഈ ലോയെ സ്വീപ്പ് ചെയ്തുകൊണ്ട് ഒരു ഡെയിലി ചാർട്ടിൽ ഒരു OB ഇവിടെ എന്താക്കിയിട്ടുണ്ട്, മാർക്കറ്റ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടി ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. കൺട്രോളിന് കുറച്ചൊന്ന് ആഡ് ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ മുകളില് ഈ ഒരു പോയിന്റ് നല്ല സപ്പോർട്ടിംഗ് ലെവലായിട്ട് ആക്ട് കാണുന്നത്. ഈ ഒരു ലെവല് അവിടെ ഫസ്റ്റ് നമുക്ക് ഷിഫ്റ്റ് വന്ന ഏരിയ ആണ്. അതുപോലെ തന്നെ 2 വട്ടം റിജക്ഷൻ കാണിച്ച ഏരിയ ആണ്. ഷിഫ്റ്റ് എന്ന ഏരിയ ആണ്, 2 വട്ടം റിജക്ഷൻ കാണിച്ച ഏരിയ ആണ്. അതുകൊണ്ട് നല്ലൊരു എന്താക്കിയിട്ടുണ്ട് സപ്പോർട്ടിംഗ് ലെവലായിട്ട് ഇപ്പോൾ അത് ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡെയിലി ചാർട്ടിൽ നമുക്ക് വരാനുള്ള മാർക്ക് ചെയ്യുന്ന ഏരിയാസ്. പിന്നെ അതിന് മുകളിൽ നമുക്ക്
എസ്കമോളില് ഏറ്റവും ഹൈ ഏരിയയിൽ നമുക്ക് 4 അവർ നോക്കുമ്പോൾ റോബി കാണാം. നോക്കുമ്പോൾ ഇതാണ് ഇപ്പം മാർക്കറ്റ് ഇപ്പം ട്രെൻഡ് എന്നാണെങ്കിൽ ഒരു ബെയറിഷ് ട്രെൻഡിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇതിന്റെ കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടി 4 അവറിലേക്ക് പോവുകയാണ്. ഫോർ അവറില് ഇവിടെ നമുക്ക് ഒരു ഇവിടെയായിട്ട് നമുക്ക് റോബി കാണുന്നുണ്ട്. സോറി ഇവിടെ ആയിട്ട് മാർക്കറ്റിൽ ഇവിടെ ആയിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ മാർക്കറ്റ് എന്താക്കി ഇവിടെ മാർക്കറ്റ് എന്താക്കുന്നുണ്ട്, ട്രെൻഡ് ലൈൻ ഫോളോ അപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോർ ലെവലിലെ മാർക്കറ്റ് ഫേക്ക് ബ്രേക്ക് ഔട്ടാണ് വന്നിരിക്കുന്നത് നമുക്കറിയില്ല. അതായത് ഇത് വീക്ക്ലി ചാർട്ട് ട്രെൻഡ് ലൈനാണ്. ട്രെൻഡ് ലൈൻ മാർക്കറ്റ് താഴോട്ടേക്ക് വന്ന് അതിന്റെ അവിടെ സപ്പോർട്ട് എടുത്ത് റെസിസ്റ്റൻസ് ആയോ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്ന കാര്യം നെക്സ്റ്റ് നാളത്തെ വർക്കിംഗ് ഡേയിൽ നമുക്ക് അറിഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ 4 അവറിലോ ട്രെൻഡ് ലൈൻ വർക്ക് ചെയ്യുന്ന ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടില്ല, പക്ഷെ മാർക്കറ്റ് കൂടുതൽ കൺഫ്യൂഷൻ സ്റ്റേജിലൂടെ നിൽക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഇവിടെ വരെ പോകണം. ഇവിടെ നിന്ന് ഈ OB എടുത്തിട്ട് മാർക്കറ്റ് റിട്ടേൺ താഴോട്ടേക്ക് താഴോട്ട് വരുന്നതാണ് പ്രോബബിലിറ്റിയാണ് കാണുന്നത്. നമുക്ക് നോക്കാം. പിന്നെ ഇതുപോലെ തന്നെ ഇതിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ ബയസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ഹൈ മാർക്കറ്റ് ഇവിടെ നമുക്ക് ലോവർ ഹയർ ലോ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് താഴോട്ടേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഉണ്ടാക്കിയ ഹൈ എന്ന് പറയുന്നത് ഏകദേശം ഇതായി തന്നെയാണ് ലാസ്റ്റ് ഉണ്ടാക്കിയ ഹൈ. അതിന്റെ ലോ എന്ന് പറയുന്നത് ഇതുമാണ്, ഏകദേശം ഈ ഒരു റേഞ്ച് തന്നെയാണ്. ഇതിന്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫിബൊനാച്ചി വെച്ച് നോക്കാം. ഫിബൊനാച്ചി വെച്ച് നോക്കുമ്പോൾ നമുക്ക് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ചേർക്കുന്നു. ഏകദേശം ഫിബ മാർക്ക് ചെയ്തിട്ടുണ്ട്. പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏകദേശം ഇത് പിന്നെ കള്ളച്ചെങ്കിന്മാര് കൊടുക്കും. മാർക്കറ്റ് ഏകദേശം 0.5 റിട്രേസ്മെന്റ് വന്ന് സപ്പോർട്ട് എടുത്ത് 0.5 തന്നെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഒന്ന്
ബ്രേക്ക്ഔട്ട് വന്ന് പിന്നെ താഴോട്ടേക്ക് പോകും റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി ആണ് പുള്ളിനെ കാണുന്നത്. 0.5 വെച്ചിട്ട് എന്ത് ചെയ്യണം, റിജക്ട് ചെയ്ത് ഇവിടെ നിന്ന് ഏകദേശം 20, 25, 30 വെച്ചിട്ട് മാർക്കറ്റ് റിട്ടേൺ അടിക്കണം. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് ഇവിടെ വരെ പോയി റിട്ടേൺ അടിക്കണം. ഇങ്ങനെ ഒരു പ്രോബിലിറ്റി ആണ് മാർക്കറ്റിൽ, നമുക്ക് സിനാരിയോ ആണ് മാർക്കറ്റിലെ 4 അവർ നോക്കുമ്പോൾ കാണുന്നത്. നമുക്ക് എന്താക്കാം, അതിന്റെ ഒന്നുകൂടി മനസ്സിലാക്കി. ഇപ്പം മാർക്കറ്റ് ബെയറിഷ് തന്നെയാണ്. നമുക്ക് എന്തൊക്കെ ഒന്നുകൂടി ക്ലാരിറ്റി ചെയ്യുന്നതിന് വേണ്ടി 30 മിനിറ്റ്സിലേക്ക് പോയി നോക്കാം. ഇൻഡിക്കേറ്റർ ഒന്ന് ക്ലോസ് ചെയ്താം. ഇൻഡിക്കേറ്റർ ഒന്നും അല്ലാതെ എന്തൊക്കെയാണ് സെക്ഷൻ വൈസ് എന്തൊക്കെയാണെന്ന് നോക്കാൻ നമ്മൾ നോക്കുന്നുള്ളൂ. നോക്കുമ്പോൾ പറയാൻ പറ്റും, ഒരു ഗ്യാപ് ചെയ്ത ഒരു ഓബി ഇവിടെ മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ട്രെൻഡ് ലൈൻ അടുപ്പിച്ച് മാർക്കറ്റ് ഒരു നല്ലൊരു ഓബി അപ്പൊ ഈ പോയിന്റ് നോക്കിയാൽ അറിയാൻ പറ്റും മാർക്കറ്റ് ഇനി എന്താണ്, മാർക്കറ്റ് ഇതാ ഒരു ഏകദേശം ഫിബ് 5ന് മുകളിൽ, അതായത് പോയിന്റ് ഓഫ് സെല്ലിംഗ് പോയിന്റ് ഓഫിലെ സെല്ലേഴ്സിന് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തും. ആ സ്ഥലത്ത് തന്നെ ഒരു വീക്ക്ലി ഒരു 4 അവറിന്റെ ട്രെൻഡ് ലൈനും ഒരു വീക്ക്ലി ട്രെൻഡ് ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. ഇവിടെ നിന്ന് ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് വന്ന് മാർക്കറ്റ് ഇവിടെ വരെ പോയി. മാർക്കറ്റ് ഇനി ഇവിടെ നിന്ന് ഇവിടെ വരെ പോയി അവിടെ ഗ്യാപ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് വരാൻ പ്രോബിലിറ്റി ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം. ഏകദേശം ഇവിടെ നിന്ന് ഏകദേശം ഒരു 21 പോയിന്റ്, 7 പോയിന്റ് കൊണ്ട് ഒരു $10 മുകളിലേക്ക് പോയി അവിടെ നിന്ന് മാർക്കറ്റ് റിട്ടേൺ താഴോട്ടേക്ക് വരാനാണ് ഞാൻ ഈ ചാർട്ടിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ബാക്കിയുള്ളത് നമുക്ക് എന്താക്കാം, മാർക്കറ്റിൽ നാളെ മാർക്കറ്റിൽ എന്താണ് അവസ്ഥ നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ